ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് പ്രിയ കർത്താവിന്റെ ദാസി ആൻസി ഷിബു UAE നിന്നാണ്. ആ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിരിക്കുന്നുവല്ലോ? കർത്താവേ, സന്തോഷമായിട്ടിരിക്കുന്നു ആന്റി. ഓക്കെ, നല്ലൊരു അനുഭവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പ. അങ്ങയുടെ സാന്നിധ്യം ഞടികളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസി ഹല്ലേലൂയ അതിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്നാട്ട് കർത്താവേ. ഹല്ലേലൂയ. നെറ്റ്വർക്കിനെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ദൈവദാസി UAE എവിടെയാണ്? ഞാൻ ദുബൈയിൽ ആണ് ജോലി ചെയ്യുന്നത്. DHAയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. താമസിക്കുന്നത് ഷാർജ മൊബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. ഒത്തിരി മലയാളികൾ, ഒത്തിരി ദൈവമക്കളൊക്കെ ഷാർജയുടെ പ്രദേശത്തുണ്ടല്ലോ. തീർച്ചയായിട്ടും. കർത്താവ് എല്ലാവരെയും, ഷാർജയിലുള്ള UAEയിലുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ദൈവദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കാനായിട്ട് കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. നിന്നതല്ല, കർത്താവ് നിർത്തിയതാ. ഈ നിമിഷം വരെയും ഈ ഒരു സെക്കൻഡ് പോലും യേശുവിന്റെ കൃപയാല് ഞാനിവിടെ ഇരിക്കുന്നതും എല്ലാം യേശുവിന്റെ കൃപയൊന്നും മാത്രമാണ്. ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിന്മേൽ നടക്കത്തില്ല. കർത്താവ് അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിന്മേൽ നടക്കത്തില്ല. എന്തെങ്കിലും അനുവദിച്ചാൽ അതിന് വ്യക്തമായ പദ്ധതി കർത്താവിനുണ്ട്. ഹല്ലേലൂയ. എന്റെ പേര് ആൻസി. ആന്റി പറഞ്ഞതുപോലെ ആൻസി. എനിക്ക് ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളും. ഞങ്ങള് ഷാർജയില് കഴിഞ്ഞ 13 വർഷമായിട്ട് താമസിക്കുന്നു. ഞാൻ ദുബൈയില് DHAയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അൽഗറൂദ് മെഡിക്കൽ ഫിറ്റ്നസ് സെന്റർ എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. കർത്താവ് ഓരോ ദിവസവും എന്നെ ഏറ്റവും അതിശയവും അത്ഭുതവുമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കാനോ അല്ലെങ്കിൽ എന്റെ പശ്ചാത്തലം നോക്കുവാണെങ്കിൽ എന്റെ സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമായിരുന്നില്ല. പക്ഷെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ തെരഞ്ഞെടുത്ത ഒരു യേശു, കൃപയാല് എന്നെ തെരഞ്ഞെടുത്ത ഒരു യേശു, എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം വഴിയിലൊന്നും നശിച്ചു പോകാതെ, പട്ടുപോകാതെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കുംബ്ലാംബോയിക, പത്തനംതിട്ട ജില്ലയിൽ കുംബ്ലാംബോയിക എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ 2 സഹോദരങ്ങള് വളരെ ചെറുപ്പത്തിലെ, ഒരാൾക്ക് 1.5 വയസ്സും ഒരാൾക്ക് 6 മാസം ഉള്ളപ്പം മരണപ്പെട്ടതാണ്. അതിനുശേഷം ഒരു മകളായിട്ടാണ് ഞാൻ വളർന്നു വന്നതൊക്കെ. പക്ഷെ എന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് വിശ്വാസി ജനിച്ചു വളർന്നതൊക്കെ. എന്റെ മമ്മി നല്ല പ്രാർത്ഥനാ വിശ്വാസമുള്ള ഒരു മമ്മിയായിരുന്നു. മമ്മി പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന കൂട്ടായ്മയിൽ എന്നെ എത്ര എക്സാം ആണെങ്കിലും എന്നെ കൊണ്ടുപോവുകയും അങ്ങനൊരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. എന്നാല് എന്റെ പപ്പ തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് പറഞ്ഞാല് സാധാരണ ഒരു മദ്യപാനിയല്ല. വീട്ടിൽ സ്വസ്ഥതയില്ല. അത് നമുക്കറിയാം. മദ്യപിക്കുന്ന ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം എന്താന്ന് നമുക്കറിയാം. വളരെ വളരെ കഷ്ടതയും എന്ന് വെച്ചാല് ഞങ്ങളെ വീടിന്റെ പെരക്കകത്ത് കയറ്റാതിരിക്കുക, വെളിയിൽ കിടന്നുറങ്ങുക, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. എങ്ങനെ ജീവിതത്തിന്മേല് കരകയറണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ സാധ്യതകളൊന്നുമില്ലാത്ത, എന്ന് വെച്ചാല് ദൈവമല്ലാതെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ വളർന്നത്. അന്ന് യേശുവുമായിട്ട് സൺഡേ സ്കൂളിൽ പോകും, പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ പോകും. പക്ഷെ യേശുവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം എനിക്ക് എപ്പോഴും, ഞാൻ പ്രാർത്ഥിക്കുന്ന മെയിനായിട്ടും എന്റെ പപ്പ കുടിച്ചിട്ട് വരുമ്പോ വീട്ടിൽ കയറി വരല്ലേ, യേശുപ്പ വഴിയിലെങ്ങാനും കിടക്കണേ, ഇന്ന് ബഹളം ഉണ്ടാക്കല്ലേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളായിരുന്നു പലപ്പോഴും ഉണ്ടാകുന്നത്. അന്നും എന്റെ കുഞ്ഞു മനസ്സിന്റെ പ്രാർത്ഥനയൊക്കെ യേശുപ്പ പലപ്പോഴും കേട്ടിട്ടൊക്കെ ഉണ്ട്.
ബഹളം വെക്കാതെ പപ്പ കിടന്നുറങ്ങണേ എന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിൽ ഒരു സമാധാനവുമില്ല. എന്റെ എക്സാമിന്റെ ഒക്കെ സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാല് ആൾക്കാരുടെ മുന്നിലെല്ലാം അപമാനിതരായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം. എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം എന്റെ പപ്പ ഭയങ്കര കുടിക്കുന്ന ഒരാളാണ്, വീട്ടിൽ സമാധാനം ഇല്ലാത്തതാണ്, കൂട്ടുകാരുടെ മുന്നിലും എല്ലാം ഒരു അപമാനിതയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യത്തെ എന്റെ ഒരു 10th എക്സാമിനാണെന്ന് തോന്നുന്നു, എന്റെ പപ്പ ഞങ്ങളെ അതുപോലെ ബഹളം വെച്ച് ഞങ്ങളെ വെളിയിൽ വീടിന്റെ അകത്ത് കയറ്റിയില്ല. ഞങ്ങൾ കുറെ നേരം ഒരു പറമ്പില് ഇരുന്നു. എന്നിട്ട് രാത്രി വന്ന എല്ലാ ഇഴജന്തുക്കൾ എങ്ങാനും ആണെങ്കിൽ എന്നെ കടിക്കുമെന്ന് പേടിച്ചിട്ട് എന്റെ മമ്മി എന്നെയും കൊണ്ട് അടുത്ത വീട്ടിൽ പോയിരുന്നു. അവിടെ പോയിരുന്ന അവിടുത്തെ എന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ചേച്ചിയായിരുന്നു. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ നഴ്സിംഗ് പഠിക്കണം, നിന്റെ ഈ സാഹചര്യത്തിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളൊരു മാർഗം, സൂസമ്മ എന്തായാലും ഇവളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ വിടണം എന്ന് പറഞ്ഞു. ഒരു സാഹചര്യവും മുന്നിലില്ല, സാമ്പത്തികമായിട്ടൊന്നും തന്നെ ഇല്ല, ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അന്ന് മമ്മി ആഗ്രഹിച്ചു പറഞ്ഞു, മോനെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും കുഞ്ഞിനെ ഞാൻ നഴ്സിംഗ് പഠിപ്പിക്കും, അതിനെന്ത് സാഹചര്യം വന്നാലും ഞാൻ പഠിപ്പിക്കും മോനെ, മോൻ ആഗ്രഹിച്ചാൽ മതി, മോൻ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെടുത്തൊരു തീരുമാനമായിരുന്നു. പക്ഷെ മുന്നിലൊന്നുമില്ല, ആര് സഹായിക്കുമെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പക്ഷെങ്കില് യേശു അന്ന് ഞങ്ങളുടെ ഇടുങ്ങിയ അവസ്ഥയില് ഞങ്ങൾ അന്ന് ആഗ്രഹിച്ചത് ഞങ്ങളെക്കാളുപരി യേശു കണ്ടു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പം നമ്മൾ ചിന്തിക്കും, കർത്താവ് കാണുന്നില്ലേ, അല്ലെങ്കിൽ എന്താ അത് മനസ്സിലാക്കുന്നില്ല, ഞാൻ എന്തുകൊണ്ടായി സാഹചര്യത്തിൽ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കില് നമ്മുടെ ഒരു നെടുവീർപ്പിനെ പോലും, ഹല്ലേലൂയ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും യേശുവിനോട് പറയുന്ന ഒരു നെടുവീർപ്പായിരിക്കും. ഒരു പക്ഷെങ്കില് ഉറക്കം നമ്മൾ സംസാരിക്കുന്ന വാക്കുകളല്ലായിരിക്കും, ഒരു നെടുവീർപ്പായിരിക്കും. പക്ഷെ അതിനെ പോലും ഹൃദയംഗമായി മനസ്സിലാക്കി അത് ആ നീതിയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സാഹചര്യങ്ങളെ മാറ്റാനായിട്ട് കർത്താവിന് കഴിയും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇരിക്കുന്നത്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് അന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനുശേഷം പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തരാനില്ലാത്ത ഒരാളാണ് നഴ്സിംഗ് പഠിക്കാനായിട്ട് എന്നെ വിടുമെന്നുള്ള തീരുമാനം എടുത്തത്. നാട്ടുകാരും വീട്ടുകാരും എല്ലാം കുറ്റപ്പെടുത്തി, എന്തിനാ ഇവൾ ഇതിങ്ങനെ തീരുമാനം എടുക്കുന്നത്, നിനക്ക് എവിടെ കണ്ടോണ്ടായി, എന്ത് കണ്ടുകൊണ്ടാണെന്ന് എന്റെ മമ്മിയെ കുറ്റപ്പെടുത്തി. പക്ഷെങ്കില് ബന്ധുക്കളും എല്ലാം കുറ്റപ്പെടുത്തി. പക്ഷെങ്കില് അന്നെടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായി കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഹൈദരാബാദിൽ എന്നെ നഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് വിട്ടു. അപ്പൊ ഞാൻ ഒരു സാഹചര്യവുമില്ല, പക്ഷെങ്കില് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് തന്റെ മക്കൾക്ക് കർത്താവ് കൊടുക്കും എന്നുള്ളത് പല അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പലപ്പോഴും ഫീസ് അടയ്ക്കേണ്ട വരുമ്പോള് ഞാൻ എൻ്റെ ആനുവൽ ലീവിന് വരുമ്പോഴാണ് ഫീസ് അടച്ച് അടുത്ത പ്രാവശ്യത്തെ ഫീസ് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പം എൻ്റെ മമ്മി എന്നോട് പറയുമ്പോ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരു പായ അങ്ങോട്ട് റൂമിലോട്ട് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. വലിയ വിശ്വാസം എനിക്ക് അന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ മമ്മി പറഞ്ഞു തരുന്ന ആ ഉറപ്പ് ഞാനിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കും. ആൻറ്റി, ദൈവത്തിന്റെ അത്ഭുതം പോലെ കർത്താവ് നൂലെ കെട്ടി ഇറക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ ആരെങ്കിലും അന്ന് ഫോൺ വിളിക്കുമായിരിക്കും. ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെടും. ഞങ്ങൾ അങ്ങോട്ട് ഒരു വ്യക്തിയോട് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയോട് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യേശുവിനോട് മാത്രം ഞങ്ങളുടെ റൂമില് പായിട്ട് പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ, ഞാൻ കർത്താവിനോട് പറഞ്ഞു, യേശുപ്പ, ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോഴ് അതിനെന്തെങ്കിലും ഒരു പ്രയോജനം വേണം. അപ്പൊ എന്റെ മനസ്സിൽ വന്നത്, ഇതേ സെയിം സാഹചര്യത്തിൽ പോകുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇപ്പം 10th 12th ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്ക് സാഹചര്യം തന്നെ ഒന്നും തന്നെ ഇല്ലായിരിക്കും. ആരുടെ മുന്നിൽ നിങ്ങൾ ആശ്രയിക്കണമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുമായിരിക്കും. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ആശ്രയിക്കേണ്ട. അവിടെയുള്ള ആ അങ്കിള് സഹായിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെയുള്ള ആന്റി സഹായിക്കുമായിരിക്കും. ഒന്നും ആശ്രയിക്കേണ്ട.
യേശുവിനോട് ആഗ്രഹം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പായിൽ ഇരുന്നോണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുമായിട്ട് കൈ കോർത്ത് പിടിച്ച് ഭൂമിയിൽ രണ്ടുപേര് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഉണ്ടെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. നിങ്ങൾ ഒരു മനസ്സോടെ ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് അവിടെ ക്രിയ ചെയ്യും. എനിക്ക് ഒരു സാഹചര്യവുമില്ല, ഒരു ബാങ്ക് ബാലൻസ് ഇല്ല, ഒരു ലോൺ ഞാൻ എടുത്തിട്ടില്ല, പക്ഷെങ്കില് എന്റെ കർത്താവ് ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല, സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് എനിക്ക് ഓരോ പ്രാവശ്യവും യേശു എനിക്ക് വേണ്ടിയിട്ട് വ്യക്തികളെ ഒരുക്കി എന്റെ നഴ്സിംഗ് പഠനം പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ ചെയ്തു തന്നു. ഹല്ലേലൂയ. ഒരനുഭവം ഒന്ന് പറഞ്ഞാട്ടൊരു എക്സാമ്പിള്. ഒരു എക്സാമ്പിൾ ഒരുക്കിയത്, ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങളുടെ ട്യൂഷൻ ഫീസ് അടയ്ക്കാനായിട്ട് 12,000 dirhams എനിക്ക് 12,000 rupees അന്ന് എനിക്ക് വേണമായിരുന്നു ട്യൂഷൻ ഫീസിന് വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് തിരിച്ച് ഹൈദരാബാദിന് പോകണം. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഞങ്ങളുടെ അക്കരെ കരയില് ജോണി സാർ എന്ന് പറഞ്ഞ സാറിന്റെ പെങ്ങള്, ആ ആന്റി ആണെങ്കിൽ ബോംബെയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആന്റി ലീവിന് വന്നു. അപ്പൊ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫോണില്ല എന്നപ്പം ഞങ്ങൾ ഈ പ്രാർത്ഥനപ്പായിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ജോണി സാർ അങ്ങേ കരയിൽ നിന്ന് സുസമോ എന്ന് ഉറക്കം വിളിക്കുന്നതായിട്ട് കേൾക്കാം. അപ്പൊ മമ്മി പെട്ടെന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് മമ്മി വിളിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് മമ്മി തന്നെ അവിടെ പോയി. ആ വീട്ടിൽ പോയപ്പോഴ് ആ ആന്റി ആണെങ്കിൽ പറഞ്ഞു, മോള് നഴ്സിംഗ് പഠിക്കുമല്ലേ, എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു, മോളുടെ ഈ വർഷത്തെ ഫീസ് എത്ര, ഞാനത് തരാമെന്ന്. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ കർത്താവ് അവിടെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു. അങ്ങനെ പല പ്രാവശ്യവും, ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അടുത്ത പൈസ ഓരോ പ്രാവശ്യത്തെ ഫീസും അങ്ങനെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്ത പ്രാവശ്യവും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചപ്പോഴേ എന്റെ മമ്മിയുടെ അനിയത്തിയുടെ നാത്തൂന്റെ മോന്, അത്രയും ഡിസ്റ്റൻസ് റിലേറ്റീവ്, അന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്നെ വിളിക്കേണ്ടത് കൊണ്ട്, ഹൈദരാബാദിൽ ഫോൺ വിളിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ഫോൺ വെച്ചായിരുന്നു. ആ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ ആ വർഷത്തെ ഫീസ് ഞങ്ങൾ ആ പ്രാർത്ഥന ഫയൽ ഇരുന്നപ്പം തന്നെ ആ അച്ചാച്ചൻ വിളിച്ചിട്ട് പറയുക, മോളുടെ ഈ അക്കൗണ്ട് നമ്പർ തരണേ, ഞങ്ങനാണെങ്കിൽ മോളുടെ ഈ പ്രാവശ്യത്തെ ഫീസ് അടയ്ക്കാമെന്ന്. അങ്ങനെ പല വഴിയിൽ കൂടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനായി ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നഴ്സിംഗ് സ്കൂളിലാണ് എന്നെ കർത്താവ് അയച്ചത്. അവിടെ വിശ്വാസത്തിൽ നിൽക്കുന്ന അനേക കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, പെന്തിക്കോസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെയുള്ള. പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാ സൺഡേയിലും ഞങ്ങൾക്ക് അവിടെ ഒരു പാസ്റ്റർ അങ്കിൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എല്ലാ സൺഡേയിലും. അപ്പം എനിക്ക് ആദ്യമൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് പോകാനായി. എന്റെ കൂട്ടുകാരെ നിർബന്ധിക്കുന്നതും കൊണ്ടായിരുന്നു ഞാൻ പോയത്. കാരണം ഞാൻ മർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്, യുവജന സഖ്യത്തിനും സൺഡേ സ്കൂളൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ പോകാൻ ആദ്യമൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരെന്നാലും എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഞാൻ ഈ പ്രയറിന് പോകുമായിരുന്നു. അതിനുശേഷം എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഒരു പ്രാവശ്യം ഞാൻ എക്സാമിന്റെ സ്റ്റഡി ലീവ് ഒക്കെ ആയപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ലൂസ് മോഷനും ഡിസെൻട്രിയുമായി എനിക്ക് എണീറ്റ് നടക്കാൻ വയ്യാത്തൊരവസ്ഥ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം വീട്ടിൽ എന്റെ റൂമിൽ തന്നെ ട്രിപ്പ് ഇട്ട് എന്നെ കിടത്തിയേക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ആണെങ്കിൽ സൂസൻ അവളുടെ പേര്, അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സൂസ എനിക്ക് ഭയങ്കര വയ്യ, എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അവൾ എന്റെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അവൾ അത് കൈവച്ച് പ്രാർത്ഥിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു, എടി നീ ഇത് കുടിക്കേ, യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി ഞാൻ ആ വെള്ളം കുടിച്ചു, പ്രാർത്ഥിച്ച വെള്ളം കുടിച്ചു. എനിക്ക് അന്നേരം തന്നെ സ്വിച്ച് ഇട്ടതുപോലെ എന്റെ അസ്വസ്ഥതകളെല്ലാം മാറി. അപ്പൊ എനിക്കത് ഭയങ്കര വിശ്വാസമായി. അതിനുശേഷം ഇവര് വിളിക്കാതെ തന്നെ ഞാൻ ഈ പ്രയറിന് പോകും. അപ്പൊ ഞാനും അതിൻ്റെ അകത്ത് റെഗുലറായിട്ട് പോകാനായിട്ട് തുടങ്ങി. അതിനുശേഷം പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രാവശ്യത്തെ
എക്സാമിന്റെ സമയത്ത് മാനേജ്മെന്റിനെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങളെ ഒറ്റ എണ്ണത്തിന് ഈ പ്രാവശ്യം ജയിപ്പിക്കത്തില്ല, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ എല്ലാം ഞാൻ ഈ പ്രാവശ്യം. അപ്പോൾ അദ്ദേഹമായിരുന്നു അന്നേരം ആന്ധ്ര നഴ്സിംഗ് കൗൺസിലിന്റെ സെക്രട്ടറി, എന്തൊക്കെയോ പൊസിഷനിൽ ഇരിക്കുവോ. അപ്പൊ എന്റെ ഹോൾഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരെണ്ണത്തിനെ പോലും ജയിപ്പിക്കത്തില്ല. അപ്പൊ നമുക്കറിയാം ഇത്രയും സാമ്പത്തിക സാഹചര്യത്തിൽ ഞങ്ങൾ വന്നപ്പോഴ് നമ്മൾക്ക് ബാക്കായി, നമ്മൾക്ക് അല്ലെങ്കിൽ ജയിക്കാതിരുന്നിട്ടുണ്ട്, വീട്ടുകാരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല, അവർക്ക് പിന്നെയും കഷ്ടമല്ലേ. ഞങ്ങളൊക്കെ ഒത്തിരി വിഷമിച്ചു. എല്ലാ കുഞ്ഞുങ്ങളും സാധാരണ സാഹചര്യത്തിൽ വരുന്ന കുഞ്ഞുങ്ങളാണ്, എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ടും അനുഭവമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, അപ്പൊ സൂസൻ എല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് ഒരു ഫാസ്റ്റിംഗ് പ്രെയർ തീരുമാനിക്കാം, നമുക്ക് 3 ദിവസം ഈ വിഷയത്തെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഫാസ്റ്റിംഗ് ആയിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 3 ദിവസം ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ ഉച്ചവരെയൊക്കെ ഫ്രൈഡേയില് ഫാസ്റ്റ് ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ തൊട്ടേ. പക്ഷെ എനിക്ക് 3 ദിവസം കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് പ്രെയർ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ എല്ലാ സാഹചര്യം വളരെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാം കൂടെ ഒരു റൂമില് റൂം എല്ലാം വെന്റിലേഷൻ എല്ലാം ഞങ്ങൾ പില്ലോ ഒക്കെ വെച്ച് അടച്ച് സൗണ്ട് പ്രൂഫ് ആക്കി ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധിച്ച് ആദ്യത്തെ ദിവസത്തിന്റെ ആരാധന എനിക്ക് അങ്ങനെ ശക്തമായിട്ട് കൈയടിക്കാനോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ സാധാരണ കൈയടിക്കും. അപ്പൊ എന്റെ അപ്പുറത്തിരുന്ന് കൈയടിക്കുന്നവരെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരെങ്ങനെ ഇങ്ങനെ കൈയടിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്യഭാഷയിൽ ആരാധിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെവിയോർത്ത് നോക്കുന്നുണ്ട്, എന്തുവാ ഇവർ പറയുന്നതെന്നൊക്കെ ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് പെന്തിക്കോസിലെ കുഞ്ഞുങ്ങള് കാണാതെ പഠിക്കുന്നതാ ഇതെന്നാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കാതോർക്കുന്നുണ്ട്, അങ്ങനെ വലിയ അലക്ഷ്യമായിട്ടായിരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴേ സൂസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ആൻസിയോട് ഇടപെടാൻ പോവാ, യേശുവിന്റെ സ്പർശനം അനുഭവിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇത്രയും നേരം വലിയ വിശ്വാസത്തോടൊന്നും ഇരിക്കാനോ എന്നെ തൊടാനോ എന്നെ കർത്താവിന് സ്പർശിക്കാൻ വേണ്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കർത്താവ് യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നു. സൂസൻ വന്ന് എന്റെ തലയിൽ ആദ്യം കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് അന്നേരം എന്റെ കൈ എന്ന് പറയുന്നത് അത്രയും നേരം അലക്ഷ്യമായിട്ട് ഇരുന്ന് കൈയടിക്കാൻ പോലും അറിയാത്ത എനിക്ക് കർത്താവിന്റെ ആ വലിയ തേജസ് അല്ലെങ്കിൽ ആ ശക്തി എന്റെ ശരീരത്തിന്മേൽ രുചിച്ചറിയാൻ പറ്റി. അത്ര നേരം അലക്ഷ്യമായിട്ടിരുന്ന എനിക്ക് എന്റെ കൈ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൈയടി നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ആത്മാവിൽ ആരാധിക്കാൻ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആരാധിക്കാനുള്ള ഭാഗ്യം കർത്താവ് ഒരുക്കി. അപ്പം പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല നീതിയെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് വരും. അപ്പം ഞാൻ സ്ക്രീനിൽ കാണുന്നത് പോലെ തൊട്ട് മുമ്പേ പോലും യേശുപ്പായ വിശ്വസിക്കാതിരുന്നതും എല്ലാം ഞാനിങ്ങനെ കാണും. അപ്പൊ ഞാൻ യേശുപ്പ എല്ലാത്തിനോട് ക്ഷമ ചോദിക്കും, യേശുപ്പ എന്നോട് ക്ഷമിക്കണേ, അങ്ങയോട് ഞാൻ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ കരയെന്ന് പറഞ്ഞാൽ എന്റെ കണ്ണുനീര് എനിക്ക് നിർത്താൻ പറ്റാതെ ഞാൻ കരയുക. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, അന്യഭാഷയാല് നിന്നെ നിറയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് സെക്കൻഡ്സുകൾ മുമ്പെയാണ് ഞാൻ ഇത് അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞത്. പക്ഷെങ്കിൽ അതിന്റെ അപ്പുറം അത് കഴിഞ്ഞുടനെ ആ സൂസൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ആന്റി ഞാൻ ഹല്ലേലൂയ സ്തോത്രം എന്നാ എന്റെ പറയുന്നത്, പക്ഷെ വെളി വന്നു എന്റെ നാവേലൊരു എന്തോ ഒന്ന് തൊടുന്നത് പോലെ തോന്നി, ഒരു കട്ടി പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഹല്ലേലൂയ സ്തോത്ര പറയുന്നത്, പക്ഷെ വെളി വരുന്നത് വേറൊരു ഭാഷയാ പറയുന്നത്. ഞാൻ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, യേശുവിന്റെ ശക്തി എന്ന് പറയുന്നത് സാധാരണ ഒരു ശക്തി അല്ല. ഹല്ലേലൂയ, കർത്താവ് അത്രമാത്രം മഹത്വവാനും നീതിമാനും, ഹല്ലേലൂയ, ദൈവത്തെ പോലെ ആരുണ്ട്? ഹല്ലേലൂയ, അത്രമാത്രം അനുഭവത്തിൽ കൂടെ കർത്താവ് എന്നെ കടത്തിവിട്ടു. ഹല്ലേലൂയ സ്തോത്രം. അത് എന്റെ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടെ എന്റെ മമ്മിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്റെ മമ്മി, എനിക്കിങ്ങനെ അന്യഭാഷാവരമൊക്കെ കിട്ടി. അപ്പം മമ്മി എന്നോട് പെട്ടെന്ന് പറഞ്ഞ മറുപടി, നീ പെന്തിക്കോസിലൊന്നും ആവല്ലേ എന്നാ പറഞ്ഞത്. കാരണം പക്ഷേ അങ്ങനെ അവരുടെയൊക്കെ അനുഭവം, അവരൊക്കെ വിചാരിക്കുന്നത് മമ്മിയുടെ തെറ്റല്ല, മമ്മി അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ അനുഭവം എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായത്, അവർക്കല്ല. എനിക്ക് അനുഭവം യഥാർത്ഥത്തിൽ ഉണ്ടായത് അന്ന് വലിയൊരു
അനുഗ്രഹമായിട്ട് വലിയൊരു വിടുതൽ എൻ്റെ ജീവിതത്തിന്മേൽ നടന്നു. ഹല്ലേലൂയ. അതിനുശേഷമാണ് അവിടുന്ന് നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഞാനാണെങ്കിൽ നാട്ടിലോട്ട് വന്നത്. ഹല്ലേലൂയ. നാട്ടിൽ 3 വർഷം ഞാൻ അവിടെ പഠിച്ചത് ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവ് എന്നെ പഠിപ്പിക്കാനും ഒരു ഫീസിന് പോലും ഞാൻ പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടുകാരെ തന്നു. അത് കർത്താവിന്റെ കരുതല്. എന്റെ വീട്ടിൽ നിന്ന് പൈസ അടയ്ക്കാനായിട്ട് മെസ് ഫീസ് അടയ്ക്കാനായിട്ട് വൈകുവാണെങ്കിൽ ഞാൻ പോലും അറിയാതെ എന്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയി അടയ്ക്കും. എന്നിട്ട് എനിക്ക് പൈസ വരുമ്പോഴാണ് ഞാൻ എനിക്ക് നീ തന്നാ മതി, നിന്റെ ഫീസ് ഓൾറെഡി അടച്ചെന്ന് പറയും. അപ്പോഴാ അറിയുന്ന ആരോ എന്റെ ഫീസ് അടച്ചു. അങ്ങനെ കർത്താവ് എന്നെ വലിയ അത്ഭുതമായിട്ടാണ് എന്നെ നടത്തിയത്. സ്തോത്രം. അതിനുശേഷം 2005 എന്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിച്ച് അയച്ചത് അത്തിക്കയം എന്ന സ്ഥലത്താണ്. ഷിബു എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര്. അദ്ദേഹം അന്ന് ദുബൈയിൽ വർക്ക് ചെയ്യുവാണ്. വിവാഹത്തിനും ഒരു സാഹചര്യവുമില്ല. സാമ്പത്തികം പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പം തന്നെ മമ്മിയുടെ ഒരാഗ്രഹം, പപ്പായ്ക്ക് അത്ര ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ നിൽക്കുമ്പം ഒരു പെൺകൊച്ചിന്റെ വിവാഹം പെട്ടെന്ന് കഴിച്ചു വിടുക എന്നുള്ളത് മമ്മിയുടെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് പെട്ടെന്ന് എന്റെ വിവാഹം നടന്നു. അന്നും പൈസ ഒന്നും കണ്ടിട്ടല്ല, ഒരു കാര്യവും ഇല്ല, അന്നും സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. പക്ഷെങ്കിൽ എല്ലാവരും മമ്മിയെ കുറ്റപ്പെടുത്തി, നീ എന്തിനാ കൊച്ചിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാകാതെ പെട്ടെന്ന് എന്തിനാ വിവാഹം കഴിക്കുന്നതെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി. പക്ഷെ മമ്മിക്ക് അങ്ങനെ തോന്നി, മമ്മിയുടെ ജീവിതാനുഭവം കൊണ്ടും അങ്ങനെ തോന്നി. 2005 ജനുവരി 8 എന്റെ വിവാഹം കഴിഞ്ഞത്. അതിന് വാക്ക് പറഞ്ഞു വരുമ്പോൾ ഒന്നും മമ്മിയുടെ കയ്യിൽ ഒരു പൈസയുമില്ല. ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്, മമ്മി എന്താ ചെയ്യുന്നതെന്ന്. പക്ഷെ കർത്താവിലുള്ള വിശ്വാസത്തിലാ ചെയ്തത്. ഏറ്റവും അനുഗ്രഹമായിട്ട് വിവാഹം നടക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു തന്നു. അതിനുശേഷം ഒത്തിരി ജീവിതാനുഭവങ്ങൾ എന്റെ ജീവിതത്തിന്മേൽ ഞാൻ പറയുമ്പോ ഈ 39 വർഷക്കാലം ഞാൻ ജീവിച്ചത് പല സാഹചര്യത്തിൽ കൂടെ ഞാൻ പോയി, പലത് അനുഭവത്തിൽ കൂടെ ഞാൻ പോയി. പക്ഷെങ്കില് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കർത്താവിലുള്ള ഒരു ഉറപ്പിലായിരിക്കുന്നത്. ഏത് സാഹചര്യമാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും ഒരു 0.1% പോലും നിങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ അത്ഭുതം നടന്നിരിക്കും. ഹല്ലേലൂയ. അത് ഞാൻ തെളിവാ. ഹല്ലേലൂയ. അതുപോലെ തന്നെ എനിക്ക് 5 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ മോൻ ലഭിക്കുന്നത്. അതും പ്രാർത്ഥനയുടെ ഫലം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ പറയുമ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കണ്ടാൽ ആ വ്യക്തിയുടെ സാഹചര്യം എന്നോട് പറഞ്ഞാൽ എനിക്കത് അറിയാം. കാരണം ഞാൻ ആ സാഹചര്യത്തിൽ കൂടെ പോയി. മക്കളില്ലാത്തവരുടെ വേദന പറഞ്ഞാല് എന്റെ കണ്ണ് നിറയും. കാരണം ആ അനുഭവത്തിൽ കൂടെ ഞാൻ പോയി. രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ ഉള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ എന്നോടത്ത് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകും. ഒരു കുഞ്ഞിന് വയ്യാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന ഒരു മാതാവിന്റെ മാനസികാവസ്ഥ എന്നോട് പറഞ്ഞ് എനിക്ക് മനസ്സിലാകും. കാരണം ഈ സാഹചര്യത്തിൽ കൂടെ എല്ലാം ഞാൻ കടന്നു പോയതാണ്. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഹല്ലേലൂയ എന്റെ കർത്താവ് വിടുവിക്കും എന്ന് പറയാനാ. ഹല്ലേലൂയ. കർത്താവ് പ്രശ്നങ്ങളില് വിട്ട് മാറിപ്പോകുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ വിളിക്കുന്നത്. സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ വിലപിക്കുമ്പോൾ അല്ലെങ്കിൽ ആകുലപ്പെടുമ്പോഴാണ് കർത്താവിന്റെ പ്രസൻസ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നിങ്ങളുടെ പ്രശ്നത്തെ വലുതായി നിങ്ങൾ കാണുമ്പോഴാ. ആ പ്രശ്നത്തിനെ കാട്ടി വലുതായ ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഒന്ന് വിശ്വസിച്ചാല് ഈ പ്രശ്നം ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ കർത്താവിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ ഇടയായി തീരും. അപ്പം യേശുവിന്റെ ആ സ്നേഹം എന്തെന്ന് നിങ്ങൾക്ക് രുചിച്ചറിയാനും പറ്റും. ഹല്ലേലൂയ. അതിനുശേഷം 5 വയസ്സിന് ശേഷം കാത്തിരുന്ന് ലഭിച്ചൊരു കുഞ്ഞ്. എന്റെ മോൻ ഇപ്പം 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ ജനിച്ചു ഒരു 3 മാസം തൊട്ട് അവന് കണ്ടിന്യൂസ് ഫിറ്റ്സ് ആയിരുന്നു. അപ്പോൾ എന്റെ ഭവനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിനുശേഷം എന്റെ പപ്പ പെട്ടെന്ന് മരിച്ചു. എന്റെ വിവാഹം കഴിഞ്ഞു ഒരു 2 വർഷം ആയപ്പോഴത്തേന് പപ്പ മരണപ്പെട്ടു. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ആൺതലമുറയാണെന്ന് പറഞ്ഞപ്പം തന്നെ എല്ലാവർക്കും ഒരു സംസാരം ഉണ്ടായി. എന്റെ ഭവനത്തിന്റെ ഈ കുഞ്ഞിന് വയ്യാതൂടെ വന്നപ്പോൾ എന്റെ ഭവനത്തിന്റെ ശാപമാണ് എന്റെ കുഞ്ഞിന്മേ വന്നിരിക്കുന്നതെന്ന്. കാരണം എന്റെ 2 അനിയന്മാര് മരിച്ചതാണ്. എന്റെ പപ്പായ്ക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്നുള്ള മരണം. അപ്പൊ ആൺതലമുറകൾ വാഴാത്ത ഒരു ശാപം എന്റെ ഭവനത്തിൽ വന്നു. ആ ശാപമാണ് എന്റെ കുഞ്ഞിലും വന്നിരിക്കുന്നത് എന്ന്
ഇങ്ങനെ ഒരു പറച്ചിലായി. അതും ഞാനും അറിയാതെ ഞാനും അങ്ങ് വിശ്വസിച്ചു. ഞാൻ അത് വിശ്വസിച്ചു. അന്ന് ഈ അനുഭവങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിന്മേൽ ഉണ്ടെങ്കിൽ പോലും അന്ന് പ്രശ്നം വന്നപ്പോഴ് ഞാൻ ഈ രണ്ട് പ്രാവശ്യം വലിയ സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. യേശുവിലായി യഥാർത്ഥമായി സ്നാനപ്പെട്ട് നിൽക്കുന്നതിന് മുമ്പേയുള്ള എൻ്റെ ചിന്താഗതിയും യേശുവിൽ യഥാർത്ഥമായി ആയതിനു ശേഷമുള്ള എൻ്റെ ചിന്താഗതിയും രണ്ടും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നുപോയ സാഹചര്യം അന്ന് ഞാൻ പറയുന്നത്. ഞാൻ അന്ന് വിശ്വാസത്തിലൊന്നുമല്ല, അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിന്മേലുണ്ട്, സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ സാഹചര്യങ്ങളൊന്നും എന്നെ അതിലേക്ക് വരുവാനായിട്ട് അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞിന് ഈ ഫിറ്റ്സ് വരുന്നത്. എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ ഓടി എൻ്റെ വീടിന്റെ അയലോക്കത്തെ വീട്ടിൽ ഞാൻ പോയിരുന്നു. കാരണം എൻ്റെ ഭവനത്തിന്റെ ശാപമല്ലേ. ഈ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി സിസ്റ്ററിന്റെ മേൽ വന്നു, അന്യഭാഷ പറഞ്ഞു. പക്ഷെ സിസ്റ്റർ സ്നാനപ്പെട്ടില്ല അന്നേരം, ഒന്നും ഇല്ലയോ? ഇല്ലില്ല, സ്നാനപ്പെട്ടില്ല സിസ്റ്റർ. സ്നാനപ്പെട്ടൊന്നുമില്ല. മർത്തോമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ, മർത്തോമയെ തന്നെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സ്നാനപ്പെട്ടിട്ടില്ല. അപ്പം അതിനുശേഷം ഈ കുഞ്ഞിനെ, എൻ്റെ ഈ ഭവനത്തിൽ ഇരുന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് അയലോക്കത്തെ വീട്ടിൽ പേടിച്ച് ഓടിപ്പോയി. കാരണം ഈ ഭവനത്തിൽ ഇരുന്നാലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും. ഞാൻ അവിടെ ഒരു 2-3 മണിക്കൂർ ആ വീട്ടിലിരുന്നിട്ട് തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിൽ വരുമ്പം കുഞ്ഞിന് വീണ്ടും ഫിറ്റ്സ്. ഒരു ദിവസം 12 പ്രാവശ്യം 13 പ്രാവശ്യം കുഞ്ഞിന് ഫിറ്റ്സ് വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഭവനത്തിന്റെ ശാപമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി. അവിടെ ഓരോ ദിവസവും കുഞ്ഞിനെ ചെക്കപ്പിന് കൊണ്ടുപോവാ. പുഷ്പഗിരിയിലായിരുന്നു അന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് മൊത്തം ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളും ഇങ്ങനെ ഫിറ്റ്സ് കണ്ടിന്യൂസ് വരുന്നുണ്ടേ അത് കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ ബാധിക്കുന്നതും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര നിരാശയെന്ന് പറയുന്ന ദൈവത്തെ ഞാൻ അങ്ങ് പരാതിപ്പെടുക. കാരണം എന്തുകൊണ്ട് എനിക്കിത് വന്നു, എന്റെ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുന്നേ, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് വരുന്നു എന്ന് ഞാൻ പരാതിയാണ് എനിക്ക് ജീവിതത്തിൽ. അപ്പൊ എന്റെ മമ്മി പറഞ്ഞു, നീ പ്രാർത്ഥി. ഞാൻ പ്രാർത്ഥിച്ചു. എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകെ ഒരു നിരാശയിലുള്ള ഒരു മനോഭാവത്തിൽ കൂടെ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ഒന്നിലെ റാന്നി മർത്തോമെ കുഞ്ഞ് അഡ്മിറ്റ് ആകും, ഫിറ്റ്സ് വരും. അങ്ങനെ എടുത്തോണ്ട് എല്ലാവരും നാട്ടുകാരും എല്ലാം കൂടി എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. തിരിച്ച് കുറച്ച് ദിവസം ICU കിടക്കും, തിരിച്ചു വരും. കുഞ്ഞിന് എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തു, എല്ലാം നോർമലാ. പക്ഷെ ഈ കുഞ്ഞിന് വരുന്ന ഫിറ്റ്സ് ഒരു പ്രാവശ്യം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അത്രത്തോളം എനിക്ക് എന്നെ മാനസികമായിട്ട് അത്രമാത്രം തളർത്തിക്കളഞ്ഞു. അങ്ങനെയുള്ള അനുഭവത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, നിനക്ക് പ്രാർത്ഥിക്കാനാണ്, വാ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മമ്മി പറഞ്ഞു. അങ്ങനെയാണ് തിരുവല്ലായി നടക്കുന്ന ഒരു പ്രയറിൽ ഞങ്ങൾ പോവുക. അവിടെ ഞാൻ ചെന്നിരുന്നു. വലിയ വിശ്വാസത്തോടൊന്നും അല്ല ചെന്നിരുന്നത്. അവിടെ കേട്ട ഒരു വചനം എന്നെ ഭയങ്കരമായിട്ട് എന്നെ ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറയാം. ഒരു വ്യക്തിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത് ലിറ്ററലി എനിക്കത് സംഭവിച്ചു. ആ വചനം എന്ന് പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനത്തെ കൊടുക്കാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിലെ പിതാവ് എത്ര അധികമെന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുക, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രമാത്രം കൺസേൺ ആണ്, എൻ്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഞാൻ ഇത്രമാത്രം കൺസേൺ ആണെങ്കിൽ എൻ്റെ ദൈവത്തിനോട് യഥാർത്ഥമായി എൻ്റെ യേശുവിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ എന്നെ കുറിച്ച് കർത്താവിന്റെ കരുതൽ എത്ര അധികമായിരിക്കും. എൻ്റെ കുഞ്ഞിന്റെ ഒരു ഡോസിന് ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ഒരു ഫിറ്റ്സിന്റെ ഡോസേജ് 3 മെഡിസിൻ വെച്ച് 2 മെഡിസിൻ വെച്ച് 3 നേരം കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പം അതിന്റെ ഒരു കുറച്ച് അവൻ തുപ്പിക്കളഞ്ഞ എനിക്ക് ടെൻഷനാ. അപ്പം തന്നെ ഞാൻ ഡോക്ടറിനെ വിളിക്കും, ഡോക്ടറെ തുപ്പി, ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും പറ്റുമോ? അപ്പൊ അത്രമാത്രം ഞാൻ കൺസേൺ ആകുമ്പോൾ എന്റെ തെരഞ്ഞെടുത്ത ഒരു ദൈവത്തിന്, യേശുവിന് എന്നെ കുറിച്ചുള്ള കരുതൽ എത്രയാണെന്ന് എനിക്കാണെങ്കിൽ എനിക്കത് മനസ്സിലായി. അപ്പം എനിക്കറിയില്ല, അവിടെ നിന്ന് ഞാൻ കരയുക. എൻ്റെ കുഞ്ഞിനുള്ള വിടുതലിനേക്കാൾ ഉപരിയായി ആന്തരികമായി എനിക്ക് ആ സൗഖ്യത്തെ കർത്താവ് തന്നു. എനിക്കൊരു സമാധാനം എൻ്റെ ഹൃദയത്തിന്മേൽ വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്ത് തന്നെ ആയിരുന്നാലും എൻ്റെ യേശു എന്നെ കുഞ്ഞിനെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട്
ഞാൻ അവിടുന്ന് വളരെ ബലത്തോടാ വന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈ കുഞ്ഞിനെ ഞാൻ അങ്ങനെ ഒരു കൂട്ടായ്മയില് ഞാൻ പോകാൻ തുടങ്ങി. അവിടെ ആരാധനയിൽ ഞാൻ സംബന്ധിച്ചു. എന്റെ ഒരു വചനവും അവിടെ കേൾക്കുന്ന വചനവും ഓരോന്നും എന്റെ ഒരു വലിയൊരു ജീവശ്വാസമായി മാറി. അങ്ങനെ ഞാൻ വിശ്വസിച്ചു. ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് കരം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കരം വെച്ചാൽ തന്നെ എന്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യമാകുമെന്ന് പ്രാർത്ഥിച്ചു. ഇവന് ഫിറ്റ്സ് വരുമ്പോൾ ഞാനാണെങ്കിൽ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ചിട്ട് ഞാൻ പറയും, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഈ കുഞ്ഞിന്റെ ശരീരത്തിന്മേ വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തില് ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെല്ലാം മാറട്ടെന്ന് പറയും. അങ്ങനെ സിസ്റ്ററെ ആ കുഞ്ഞിന്റെ ഫിറ്റ്സ് 12 പ്രാവശ്യമുള്ളത് കുറഞ്ഞ് അങ്ങനെ ഒരു 8 മാസമുള്ളപ്പോഴ് ഈ മെഡിസിൻസ് എല്ലാം ടാപ്പർ ചെയ്ത് കുറച്ച് കംപ്ലീറ്റ്ലി കുഞ്ഞിനെ മെഡിസിൻസ് എല്ലാം കംപ്ലീറ്റ്ലി നിർത്തി പൂർണ്ണമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനുശേഷം 1 മാസം ആയപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ സ്നാനപ്പെടുമെന്ന്. ആരെതിർത്താലും ഞാൻ സ്നാനപ്പെടുമെന്ന് തീരുമാനിച്ചു. എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വിശ്വാസമാണ് ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു തീരുമാനം എനിക്ക് വളരെയധികം കർത്താവ് എന്നെ പ്രേരിപ്പിക്കുന്നു, എനിക്ക് സ്നാനപ്പെടണം. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ പലപ്പോഴും ഒഴുകി മാറി തെന്നിയൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേങ്കില് എനിക്ക് യഥാർത്ഥമായിട്ട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. അതിനുശേഷം ആരും എനിക്ക് അനുകൂലമില്ലായിരുന്നു. ഹസ്ബൻഡ് മാത്രമേ ഉള്ളായിരുന്നു അനുകൂലമായിട്ട്. പക്ഷെങ്കില് കൃപയാല് സ്നാനപ്പെടാനായിട്ട് കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കി. ആമേൻ. അന്ന് മുതല് ആ കർത്താവുമായിട്ടുള്ള ധൈര്യം, ബലം, സാഹചര്യത്തിന്റെ അപ്പുറം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ഒരു ബലം എനിക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നതും കുഞ്ഞിന് രോഗസൗഖ്യം പറയുന്നതും എല്ലാം. അങ്ങനെ 8-ാം മാസമായപ്പോൾ എന്റെ കുഞ്ഞിന്റെ 5 വയസ്സ് വരെ മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞതാ. പക്ഷെങ്കില് 8-ാം മാസമായപ്പം പൂർണ്ണമായിട്ടും അവന്റെ മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അവൻ അന്ന് നിന്ന ഫിറ്റ്സ് ആണ്. പിന്നെ ഒരു പ്രാവശ്യം പോലും കുഞ്ഞിന് പിന്നെ വന്നിട്ടില്ല. ഇന്ന് അവന് 10-ാം ക്ലാസ്സില് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവൻ പഠിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ. ഹല്ലേലൂയ. അതിനുശേഷം ആണ് ദുബൈയില് എവിടെ ശാപമെന്ന് പറഞ്ഞു ഞാൻ ഭയപ്പെട്ട ഭവനത്തിൽ ഞാൻ എന്റെ അമ്മയോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ആ ഭവനത്തിൽ പോത്തില്ലായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു, ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നാല് എന്തെങ്കിലും കുഞ്ഞിന് സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട്. ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എവിടെ ശാപം എന്ന് പറയുന്നു ആ ഭവനത്തിൽ ഞാൻ വരാം, എന്റെ കുഞ്ഞിനെയും കൊണ്ട്. ാണെങ്കിൽ യേശു എന്റെ കൂടെ ഉണ്ട്. ഞാൻ കാല് ചവിട്ടുമ്പോൾ ആ ഭവനത്തിന്റെ ശാപം മാറും. ഹല്ലേലൂയ. എന്റെ ഭവനം അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് ആ ഭവനത്തിൽ പോയി. അതിനുശേഷം ആ കുഞ്ഞിനെ എന്റെ മമ്മിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ ദുബൈയിൽ ജോലിക്കായിട്ട് കടന്നു വരുന്നത്. ഹല്ലേലൂയ. എവിടെ ശാപം എന്ന് പറഞ്ഞു ആ ഭവനത്തിൽ തന്നെയാണ് പിന്നീട് 2 വയസ്സ് വരെ എന്റെ കുഞ്ഞ് വളരാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതിനുശേഷം യേശുവിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പേ ഒരു ദേവദാസൻ എന്നോട് ഒരു ആലോചന പറഞ്ഞു, ഗവൺമെന്റിൽ ഒരു ജോലി ലഭിക്കുമെന്ന്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, അന്ന് എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ വിസിറ്റിന് പോവാണ്, എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടാ പോകുന്നതെന്ന് പറഞ്ഞപ്പം സിസ്റ്ററിന് എന്താ ആഗ്രഹം എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഗവൺമെന്റ് ജോലി കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. എങ്കിൽ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവ് അവിടെ നൽകി തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ഭാവിയും എന്റെ നഴ്സിംഗിന്റെ എക്സ്പീരിയൻസും എല്ലാം തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. കർത്താവ് എന്നെ എത്രമാത്രം പണിതു, ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നെ എങ്ങനെ മോൾഡ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മോൾഡ് ചെയ്ത്. ഹല്ലേലൂയ. അങ്ങനെ ആ വാഗ്ദത്തം പിടിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ വിസിറ്റിന് വന്നു. ആദ്യം തന്നെ DHA ലൈസൻസ് കിട്ടി. അതിനുശേഷം എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു ബോർഡ് കണ്ടാൽ പോലും ഞാനാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇത് അനുഗ്രഹിക്കുന്നു, ഈ സ്ഥാപനം അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ എനിക്ക് ജോലി ലഭിച്ചതിനായി സ്തോത്രം പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്റെ അടുത്ത് പറയും, ആൻസി ഇതേ ഒരു ബോർഡ് കാണുന്നു, അനുഗ്രഹിക്കുന്നില്ലേ? അപ്പൊ ഞാൻ പറയും അതിനെ അനുഗ്രഹിക്കും. അപ്പൊ ഏതാണ് ഒരു ഗവൺമെന്റ് എംബ്ലം കണ്ടാൽ ഞാൻ അനുഗ്രഹിക്കും. കാരണം കർത്താവിന്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ആമേൻ. അങ്ങനെയാണ് ആണെങ്കിൽ എനിക്ക് ആദ്യത്തെ 3 മാസത്തെ വിസിറ്റിന് വന്നപ്പോൾ ജോലി ഒന്നും ലഭിക്കാതാ പോയത്.
പക്ഷെ വലിയ വിശ്വാസം അന്നുമുണ്ട്. ആമേൻ, പ്രവർത്തിക്കുമെന്നേ. ഞാൻ എല്ലാവരോടും പറയും, തിരിച്ചു പോയാലും ഞാൻ മടങ്ങി വരും, ഇല്ല ഞാനിവിടെ ജോലി ചെയ്യും. ഇന്നത്തെ സാഹചര്യം ഞാൻ നോക്കുന്നില്ല, കാരണം എന്റെ അനുഭവം അത്രമാത്രമാണ്. എനിക്ക് വലിയ പറയാനുള്ള പാരമ്പര്യമോ ഒന്നുമില്ല. അനുഭവം മൊത്തം ഇതാ. അവിടുന്നെല്ലാം വിടുവിച്ച ഒരു കർത്താവാണ് ഇന്ന് വരെ ഉള്ളത്. ഇനിയും വിടുവിക്കണമെങ്കിലും കർത്താവെ വിടുവിക്കാനുള്ളൂ. എനിക്ക് ഒരു മനുഷ്യൻ എനിക്ക് സഹായിക്കാനില്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അങ്ങനെ വിളിച്ചു പറയും. അപ്പൊ അവർക്കൊക്കെ എന്നോട് ചിലപ്പം ചിരി തോന്നിയിട്ടുണ്ടാകാം, പക്ഷെങ്കില് ലജ്ജിപ്പിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല ഒരിക്കലും. ഒരു വ്യക്തി നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അത് പൊട്ടത്തരമെന്ന് തോന്നി ചിലപ്പം തോന്നുമായിരിക്കും. വിശ്വാസത്താലായിരിക്കും പല വാക്കുകളും നമ്മൾ പറയുന്നത്, പക്ഷെ അത് വെറുതെ മറ്റുള്ളവർക്ക് അത് മോശമായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെങ്കിൽ അവരുടെ മുന്നിലും ലജ്ജാപാത്രമായി പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ നിർത്തും, ഡിസ്പ്ലേ ചെയ്യും എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഷോപ്പിന്റെ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെ? അവിടുത്തെ ഒരു ഷോപ്പിനെ അവര് എത്രമാത്രം ആണെങ്കിൽ അഡ്വർടൈസ് ചെയ്യണോ, അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കാണിച്ചാണ് അവിടെ ഡിസ്പ്ലേക്ക് ഇടുന്നത്. അതുപോലെയാണ് കർത്താവിന്റെ മക്കളെ കർത്താവ് അത്ഭുതം ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഹല്ലേലൂയ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കും. ഹല്ലേലൂയ. അതിന്റെ തെളിവാണ് ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത്തെ വിസിറ്റിന് ഞാൻ ഇവിടെ വന്നു. കർത്താവ് എനിക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്റർവ്യൂ കിട്ടി. ദുബൈ ഹോസ്പിറ്റലിലാണ് എനിക്ക് ആദ്യം ഇന്റർവ്യൂ വന്നത്. അന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ, കുഞ്ഞിലെ തൊട്ടേ ഡയറിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളെ എഴുതിയിടുന്ന ഒരു സ്വഭാവമുണ്ട്. എനിക്കിങ്ങനെ സംസാരിക്കുന്നത് പോലെ യേശുപ്പ എന്ന് പറഞ്ഞ് എഴുതിയിടുന്ന സ്വഭാവമുണ്ട്. അന്നൊന്നും എനിക്ക് ഡയറി ഇല്ലെങ്കിൽ കാണുന്ന ഏതെങ്കിലും ബുക്കിലായിരിക്കും എഴുതിയിടുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുപ്പ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ വയ്യേ, എനിക്ക് ഫ്രൈഡേ സാറ്റർഡേ ഓഫ് വേണേ, എനിക്കാണെങ്കിൽ നമ്മുടെ അപ്പനല്ലേ, നമുക്ക് ചോദിക്കാമല്ലോ, ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറയാമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ എഴുതിയിടുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം എഴുതിയിടും. എന്നിട്ട് ഞാൻ തന്നതിനായി സ്തോത്രമൊക്കെ പറയും. അങ്ങനെ എനിക്ക് ദുബൈ ഹോസ്പിറ്റലിലാണ് ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞത്. ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പം എന്റെ ഫയലാണെങ്കിൽ സെലക്ട് ആയില്ല, അവരിങ്ങോട്ട് വിളിച്ചില്ല, സെലക്ട് ആയില്ലെന്ന് പറഞ്ഞ്, റിജക്റ്റഡ് എന്ന് പറഞ്ഞു. ഇന്റർവ്യൂ വന്നപ്പം തന്നെ ഞാൻ വിശ്വസിച്ചു, വാഗ്ദത്തമല്ലേ, എനിക്കത് ലഭിച്ചു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് യുവർ ഫയൽ ഗോട്ട് റിജക്റ്റഡ് എന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ പരം വിഷമമില്ല. ഞാൻ അങ്ങ് വളരെയധികം വിഷമിച്ച് ഞാനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഞാൻ യേശുപ്പാട് പറഞ്ഞു, എനിക്ക് ആഗ്രഹം തന്നിട്ട് എന്റെ മുന്നിൽ തന്നിട്ട് അത് എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തിയോ, ഞാൻ എല്ലാവരുടെയും മുന്നിൽ അപമാനപാത്രമായി പോയോന്ന് ഓർത്ത് ഞാൻ കരഞ്ഞ് ഞാനാണെങ്കിൽ കയറി കിടന്നു. അവിടെ കിടന്നപ്പോ ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ്. ഞാനാണെങ്കിൽ ഒരു ക്ലിനിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഞാൻ വർക്ക് ചെയ്യുന്നതും ഒരു തമിഴ് സിസ്റ്റർ അടുത്ത് സംസാരിക്കുന്നതും ഒക്കെ. എന്നിട്ട് സ്വപ്നത്തിൽ പറയുക, ഇപ്പം തന്നെ സ്വപ്നത്തെ ഞാൻ കേൾക്കുക, ഇപ്പം തന്നെ നീ റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ പോകാൻ പറയുക. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പം 10 മണി ആയതേ ഉള്ളൂ. 3 മണി വരെയുള്ളൂ, 2 മണി വരെയുള്ളൂ. ഞാൻ ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങുക. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ അന്ന് എനിക്ക് ഹസ്ബൻഡ് എൻ്റെ പൈസ കുറച്ച് തന്നായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട്. അപ്പൊ ആ പൈസ എൻ്റെ ഉണ്ട്. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാൻ റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ ടാക്സി വിളിച്ച് ഷാർജയിൽ നിന്ന് ദുബൈയിൽ പോയി. അവിടെ ചെന്നപ്പോ അവരെന്റെ അടുത്ത് പറയുക, ഇവിടെ നീ വന്നിട്ട് ഒരു പ്രയോജനവുമില്ല, നിന്റെ ഫയല് CSC എന്ന് പറയുന്ന CSSD എന്ന് പറയും, സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ സെലക്ട് ആയത്. നിനക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള നിന്നെ അവിടെ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിന്റെ ഫയൽ റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് എന്നെ അവർ റിഫ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങിലുള്ള ഉറപ്പില്ല ഞാൻ വന്നത്, ആ സ്വപ്നം കണ്ടത് വിശ്വസിച്ച് ഞാൻ വന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഞാൻ അവിടെ നിൽക്കുക. യേശുപ്പ അങ്ങയുടെ ഒരു അത്ഭുതം കാണാതെ ഞാൻ ഇവിടുന്ന് പോത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. ഇവര് ഗുഡിനോ എന്ന് പറഞ്ഞ ഒരു മാമായിരുന്നു. ആ മേഡം ആണെങ്കിൽ എന്നെ നോക്കാതെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട്, യേശുപ്പ, എത്ര കല്ലുപോലുള്ളത്തെയും മെഴുകുപോലെ ഉരുക്കുവാൻ അങ്ങേക്ക് കഴിയും, അങ്ങയുടെ അത്ഭുതം നടക്കട്ടെ, യേശുവിന്റെ നാമത്തിലെ സാഹചര്യങ്ങളെല്ലാം കർത്താവെ അനുകൂലമാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിന്നപ്പോ അവർ ഫോൺ വെച്ചിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട്, ഇതുവരെ നീ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മാം, ഞാനിപ്പോ 2ാമത്തെ വിസിറ്റാ വന്നത്, എനിക്കൊരു ജോലി ആവശ്യമാണ്. എനിക്ക് CSCയിലാണേലും എനിക്ക്
ജോലി തന്നാൽ ഞാൻ ചെയ്യാൻ തയ്യാറാ എന്ന് പറഞ്ഞു. അപ്പൊ അവര് അത്രയും നേരം ഒരു മയവുമില്ലാതെ സംസാരിച്ച ആ സ്ത്രീ വളരെ കാമായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, നീ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം, നിനക്കാണെങ്കിൽ ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ അതിൽ നീ സെലക്ട് ആയാല് നിനക്ക് ജോലി കിട്ടുമെന്ന്. അന്ന് അത് നമ്മുടെ ദുബൈയിലെ അന്നത്തെ റൂൾ എന്ന് പറയുന്നത് വൺസ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും 1 year കഴിഞ്ഞിട്ടേ വീണ്ടും ഒരു ഇന്റർവ്യൂവിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. പക്ഷെങ്കില് ഒരു 1 weekനുള്ളിൽ അടുത്ത ഇന്റർവ്യൂ എനിക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തു തന്നു. ഞാൻ അന്ന് ഡയറിയിൽ എഴുതിയിട്ടതുപോലെ എനിക്കിന്ന് സാറ്റർഡേയും സൺഡേയും ആണ് ഇവിടെ ലീവ്. ഓക്കെ, അന്ന് ഫ്രൈഡേ സാറ്റർഡേ ആയിരുന്നു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സാറ്റർഡേയും സൺഡേയും എനിക്ക് ലീവും. അതെല്ലാം കർത്താവ് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്തു നോക്കിക്കേ. അപ്പൊ എന്റെ അടുത്ത് ആ മേഡം പറഞ്ഞു, നിന്റെ ഫയൽ എങ്ങനെ സെലക്ട് ആയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജോലിയുടെ ആവശ്യമായിട്ടിരിക്കുവാണോ, ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണോ, വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വത്തെ കാണാനിടയായി തീരും. നിങ്ങളോട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദേവദാസനായിരിക്കും ഒരു ആലോചന പറഞ്ഞത്. ആ ആലോചന അങ്ങോട്ട് പൊട്ടനെ പോലെ അല്ലെങ്കിൽ പൊട്ടിയെ പോലെ വിശ്വസിച്ചങ്ങ് ഏറ്റെടുത്താൽ മതിയെന്ന്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിയൊക്കെ കൊണ്ട് മാറ്റിവെക്കണം. ബുദ്ധി നമ്മളോടെല്ലാം പറയുന്നത് സാഹചര്യങ്ങളെ വിളിച്ചു പറയും. ബുദ്ധിയെ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറയും, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയും, നിനക്ക് ഇത് പറ്റത്തില്ലെന്ന് പറയും. അതെല്ലാം ബുദ്ധിയുടെ ശാസ്ത്രങ്ങളാണ്. പക്ഷെങ്കില് ആ ബുദ്ധി അങ്ങോട്ട് മാറ്റി വെച്ചോണ്ട് വിശ്വാസത്തോടെ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ നമുക്ക് ആ കർത്താവിലൊന്ന് ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. അത്ഭുതത്തെ കാണാനിടയായി തീരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ തന്നെ വീണ്ടും എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായി. രണ്ടാമതൊരു മോളായിരുന്നു. മോളിപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിനുശേഷം ഇളയ കുഞ്ഞ്, 3ാമത്തെ കുഞ്ഞ് ഇപ്പം 7 വയസ്സുണ്ട്, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അവളുടെ ഒരു സാക്ഷ്യവും കൂടെ ആണെങ്കിൽ എനിക്ക് പറയാനുണ്ട്. അത് വലിയൊരു ക്രിയേറ്റീവ് മിറക്കിളാണ് എന്റെ ജീവിതത്തിൽ മേൽ നടന്നത്. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസിന്റെ വണ്ടേഴ്സ് നടക്കാൻ പറ്റുമോ? ഇന്നും നടക്കാൻ പറ്റും. ഹല്ലേലൂയ. കർത്താവിന് ഈ ലോകത്തില് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. എന്തു തന്നെ സാഹചര്യം ആണെങ്കിൽ പോലും, എന്തു തന്നെ ആയിരുന്നാലും അതിനെ വിടുവിക്കുവാനായിട്ട് ഈ ഭൂമിയില് ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ പോലും ആ സാഹചര്യത്തെ മുഴുവനും അനുകൂലമാക്കുവാനായി കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് യേശുവാണ്. ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ ഈ ബൈബിളിൽ അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരാൾ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ ആരും വിശ്വാസത്തിലില്ലായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ മാത്രമായിരിക്കും വിശ്വാസത്തിലുള്ളത്. നിങ്ങൾ ആ കർത്താവിൽ പൂർണ്ണമായിട്ട്, ഞാൻ പറയും 99.9% എന്നല്ല ഞാൻ പറയുന്നത്, 100% നിങ്ങൾ ആ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തി എന്താന്ന് നമുക്കറിയാം അല്ലെ. ഒരു നക്ഷത്രത്തെ മാത്രം വേണമെങ്കിൽ സൃഷ്ടിച്ച് അതുപോലെ ഒതുക്കാമായിരുന്നു. പക്ഷെങ്കിൽ എത്ര മനോഹരമായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത്രമാത്രം കർത്താവിന്റെ ആ ഒരു മാസ്റ്റർ പ്ലാന് എത്ര അധികമാണെന്ന് നമുക്കറിയാൻ പറ്റും. അത്രമാത്രം ശ്രേഷ്ഠമായ ദൈവത്തിന് ഈ പറയുന്ന നമ്മളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി തരാനായിട്ട് കഴിയത്തില്ലേ? ഹല്ലേലൂയ. കഴിയും. ആമേൻ. മെഡിക്കൽ സയൻസ് ഒക്കെ പറയുക, മെഡിക്കൽ സയൻസ് വാസ്തവമായിരിക്കും ഒരു പക്ഷെ പറയുന്നത്. ആ വാസ്തവത്തിനപ്പുറം കല്ലറയെ ഭേദിച്ച്, ഹല്ലേലൂയ, റോമൻ സീലില്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ ഒതുക്കി കളയാമെന്ന് വെച്ച് ആ കല്ലറയിൽ അടക്കി, ഹല്ലേലൂയ, സകല ചരിത്രവും അവിടം കൊണ്ട് അവസാനിക്കും എന്ന് വിചാരിച്ചെടുത്ത് ചരിത്രത്തിന്റെ ആരംഭം കുറിക്കാനായിട്ട്, ഹല്ലേലൂയ, കർത്താവിന് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതിക്ക്, അതായത് യേശുക്രിസ്തുവിനെ അയച്ച് ആ പദ്ധതി നിറവേറാനായി ദൈവത്തിന് കഴിയുമെങ്കിൽ, നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും ആ സാഹചര്യത്തെ പ്രവർത്തിക്കുവാനായി കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. ആ ഒരു അത്ഭുതമാണ് എൻ്റെ 3ാമത്തെ കുഞ്ഞിന്റെ ജീവിതത്തിൽ നടന്നത്. പ്രഗ്നൻസി ആയി. എനിക്ക് 5ാം മാസമാണ് ഇവിടെ അനാമലി സ്കാൻ എന്ന് പറയുന്നത് നോക്കുന്നത്. അതായത് കുഞ്ഞിന് എന്തെങ്കിലും ഡിഫോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റ്. അത് ആ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ കുഞ്ഞിന് ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നൊരു അസുഖമാണെന്ന്.
അതായത് ഡയഫ്രത്തിന്റെ മസിൽസിന് ഒരു ശക്തി കുറഞ്ഞിട്ട് ആ ഇൻഡസ്റ്റൈൻസ് എല്ലാം കൂടെ അവിടെ ഒരു ഹോള് വന്നിട്ട് കുഞ്ഞിന്റെ വയറ്റിൽ അബ്ഡോമിനൽ ക്യാവിറ്റി കിടക്കേണ്ട സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻസ് എല്ലാം കൂടെ പ്രൊട്രൂഡ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ കയറി കിടക്കുന്ന അവസ്ഥ. അതിനെയാണ് ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പം 5-ാം മാസം ഇത് ഞങ്ങൾ ഡയഗ്നോസിസ് ചെയ്തത്. അപ്പം റൈറ്റ് സൈഡില് ലെങ്സിന് വളർച്ചയുണ്ട്, ലെഫ്റ്റ് സൈഡിലെ ലെങ്സിന്റെ വളർച്ച എന്തെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം സ്പോഞ്ച് പോലാണ്, ശ്വാസകോശം സ്പോഞ്ച് പോണം ഒക്കെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഇൻഡസ്റ്റൈൻസ് പാർട്സ് എല്ലാം ഈ 5-ാം മാസത്തിൽ വളർച്ചയുടെ സമയത്ത് ഈ കുഞ്ഞിനെ എപ്പോഴാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. 5-ാം മാസം സ്കാൻ ചെയ്തപ്പോഴാണ് അത് അറിയുന്നത്. അപ്പൊ അത്രയും സാധനം അവിടെ ഉള്ളപ്പം ഈ കുഞ്ഞിന്റെ ലെങ്സിന്റെ വളർച്ചയെ അത് പൂർണ്ണമായിട്ടും ബാധിക്കും. അപ്പൊ എന്നെ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും എനിക്ക് സ്കാൻ ചെയ്ത് ഡോക്ടേഴ്സ് തന്നെ ടെസ്റ്റ് ചെയ്യും. ഓരോ കാര്യങ്ങൾ അവര് വലിയ കാര്യങ്ങളൊക്കെ പറയും. ആണെങ്കിൽ കുഞ്ഞിന് ലൈഫ് ലോങ് നിങ്ങൾ ഓക്സിജൻ കൊടുക്കണം, ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുഞ്ഞിനെ എക്സ്പെക്ട് ചെയ്യണം, പിന്നെ കുഞ്ഞ് ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളെല്ലാം ശ്രമിക്കും, പക്ഷെ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും എന്നെ മെന്റലി അവര് ആണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് കടന്നു പോകാൻ എന്നെ അവര് പ്രാപ്തയാക്കുക, ഇങ്ങനെ എന്നെ മോൾഡ് ചെയ്യുക. അപ്പം പക്ഷെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇതെല്ലാം കേൾക്കും. ഞാനും എന്റെ ഹസ്ബൻഡിനോട് പറയും ആണെങ്കിൽ ഷിബ്ജ, നമുക്കെല്ലാം കേൾക്കും, പക്ഷെ നമ്മൾ വെളിയിൽ ഇറങ്ങി വന്ന് യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്യണം. കാരണം നമ്മൾ രണ്ടുപേരും കാര്യം കോർത്ത് പിടിച്ചാൽ കർത്താവിന്റെ അത്ഭുതം നമ്മൾ കാണും. അങ്ങനെ അതിനുള്ള ഒരു ഉറപ്പെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് ആണാണോ പെണ്ണാണോ ജെൻഡർ റിവീൽ ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു പെൺകുഞ്ഞിനെ ഞാൻ സ്വപ്നം കണ്ടു, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ. അപ്പൊ അതെന്റെ ഒരു ഉറപ്പ്, എനിക്കൊരു അറ്റസ്റ്റ് ചെയ്താണ് ഈ കുഞ്ഞിന് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഓരോ പ്രാവശ്യവും സ്കാനിങ്ങിന് പോകുമ്പോഴും ചെക്കപ്പിന് പോകുമ്പോഴും ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് പ്രതീക്ഷയില്ല, ഒരു സാഹചര്യവുമില്ല. അവിടുന്ന് കേൾക്കും, ഞങ്ങള് വണ്ടിയെ വരും, അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, യേശുവിന്റെ നാമത്തിൽ ഈ സാഹചര്യത്തെ എല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, വയറെ കൈവച്ച് പ്രാർത്ഥിക്കും, പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ ഞങ്ങൾ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ആണെങ്കിൽ ഇങ്ങനെ പോയി ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ എന്റെ സിസേറിയൻ പെട്ടെന്ന് അവർ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ നമുക്കറിയാം, കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പൊക്കിൾക്കൊടിയുടെ സഹായത്തോടാണ് കുഞ്ഞ് ശ്വസിക്കുന്നത്. അപ്പൊ ലെങ്സിന്റെ ആവശ്യമില്ല. വെളിയിൽ ഇറങ്ങുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കുഞ്ഞ് കരയുന്നുണ്ടോ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ടത്. അപ്പം ആ സമയത്ത് ഈ കുഞ്ഞിന് ലെങ്സിന്റെ വളർച്ചയില്ലാത്തത് കൊണ്ട് ബ്രീത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെ ഉടനെ തന്നെ ഈ കുഞ്ഞിനെ വെന്റിലേറ്റ് ചെയ്തു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടെ കൃത്രിമമായിട്ട് ശ്വാസം കൊടുത്തു. ജനിച്ചു ആണെങ്കിൽ അന്നേരം തന്നെ ഞങ്ങളെപ്പോലും കുഞ്ഞിനെ കാണിച്ചില്ല, അവർ പെട്ടെന്ന് വെന്റിലേറ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം കുഞ്ഞിനെ ഈ അനോമലി ആണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് കുഞ്ഞിനെ സർജറി ചെയ്തു. അപ്പൊ സർജറി ചെയ്യുന്നതിന് മുമ്പേ എന്നെ ഡിസ്ചാർജ് ആക്കി വിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്നും അവിടെ പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ, ഞാനും നേഴ്സ് ആയതുകൊണ്ടും എന്നെ അറിയാവുന്നത് കൊണ്ടും അവരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻസി നീ നേരത്തെ വരണം, ഈ സർജറിയുടെ മുൻപേ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ കുഞ്ഞിനെ അപ്പൊ അവരുദ്ദേശിച്ചത് ഈ കുഞ്ഞ് ചിലപ്പം തിയേറ്ററിൽ വെച്ച് തന്നെ വരണേ ഒരു മരണം സംഭവിക്കുക, അതിനു മുമ്പേ ഒരു യാത്രയപ്പ് പോലെ. അപ്പം എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഞാൻ പറഞ്ഞു ഇല്ല, ഈ കുഞ്ഞിനെ ഒരു മരണത്തിലേക്കുള്ള യാത്രയപ്പിന് ഞാൻ വരത്തില്ല. സിസ്റ്റർമാര് ഈ കുഞ്ഞിനെ ട്രാൻസ്ഫർ ചെയ്തു, ആരോഗ്യമുള്ള കുഞ്ഞിനെ എനിക്ക് ലഭിക്കുമെന്നുള്ളത് എന്റെ യേശുവിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് അതെനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് വിചാരിച്ചത് ഇത്രയും ഷോക്കിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്, എന്റെ ഒരു മാനസികത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നതും കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണെന്ന്. അത് കഴിഞ്ഞു ഈ കുഞ്ഞിന് ഞാൻ വിചാരിച്ചു തിയേറ്ററിനുള്ളിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇത്രയും കർത്താവ് ബലം തന്നു. അതിനേക്കാൾ ഉപരി ആ സാഹചര്യങ്ങളില് ഒരു മനുഷ്യൻ എന്നെ ആശ്വസിപ്പിച്ചാലുണ്ടല്ലോ അതിന് ലിമിറ്റഡാ. എനിക്കറിയില്ല ആന്റി, എനിക്കുണ്ടായ സമാധാനം എന്ന് പറയുന്നത്, ഞാൻ ഈ സാഹചര്യത്തിലൊക്കെ പോകുമ്പോഴും എന്റെ ഒരു ഹാർട്ട് ബീറ്റ്സ് പോലും ഒന്ന് പാനിക്ക് പോലും ഞാൻ ആകുന്നില്ല. എനിക്ക് തന്നെ അതിശയം തോന്നി, ഞാൻ എങ്ങനെ
ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്നെ ഞാനെന്നൊരു വ്യക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് ഇമോഷൻസ് വരുന്ന ഒരാളാ. അപ്പൊ എന്നെ അത്രമാത്രം എന്നെ കംഫോർട്ട് ചെയ്തെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അതിശയം. കാരണം എന്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ, ആരുമില്ല ഇവിടെ. പക്ഷെങ്കിലുണ്ടല്ലോ എന്റെ കൂടെ ഒരാള് കരം പിടിച്ചു നിൽക്കുന്നത് പോലെ, ഇല്ലെന്നേ ഒന്നും പറ്റത്തില്ല, ഇല്ല ഞാനുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു ആശ്വാസമായി എന്റെ ജീവിതത്തിൽ ലഭിച്ചത്. ഹല്ലേലൂയ. സാഹചര്യം എല്ലാം അതുപോലെ അവിടെ നിൽക്കുക, സാഹചര്യം കൺമുന്നിലെല്ലാം നിൽക്കുമ്പോഴും എനിക്ക് ലഭിച്ച ആ സ്വർഗീയ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ആ സ്വർഗീയ സമാധാനം ഉണ്ടല്ലോ. സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ അവനോട് അറിയിക്കുക, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയ സമാധാനത്താൽ അവൻ നിങ്ങളെ നിറയ്ക്കും എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിന്മേൽ ആ സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ചു. ആ ആദ്യത്തെ കുഞ്ഞിന്റെ സമയത്ത് ഞാന് പരാതിയായിരുന്നു, പരിഭവമായിരുന്നു. കർത്താവിന്റെ ശബ്ദം ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ആ പ്രസൻസ് ഒന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല. പക്ഷെ യഥാർത്ഥമായി യേശുവിലായി കഴിഞ്ഞപ്പോഴ്, യേശുവിൽ വിശ്വസിച്ചപ്പോഴ് എൻ്റെ അവസ്ഥ, ഹല്ലേലൂയ, ആ ഒരു മാറ്റമായിരുന്നു എന്നെ വന്നത്. ഹല്ലേലൂയ. ബലം എനിക്ക് നൽകി തന്നു. അതിനുശേഷം സർജറി കഴിഞ്ഞു, കുഞ്ഞിനെ റൂമിലോട്ട് ICU തന്നെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഒന്നും അത്ഭുതം ഒന്നും നടന്നില്ല. ആ സമയത്തൊന്നും ഞാൻ ഓർത്തു അപ്പം തന്നെ ലങ്സ് എക്സ്പാൻഡഡ് ആകും, ഒന്നും നടന്നില്ല. പക്ഷെ സ്റ്റില് സാഹചര്യമല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, ഇത് അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് മെഡിക്കൽ സയൻസിന്റെ ഒരു വണ്ടർ എന്ന് ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി പോലും പറയരുത്, ഇത് കർത്താവ് അത്ഭുതം ചെയ്തേന്ന് പറയണം എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ എന്നും പോയി കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും മുന്നിൽ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, യേശുപ്പാ ഈ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം, ആണെങ്കിൽ ആരോഗ്യം തന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു എല്ലാ ദിവസവും ഈ കുഞ്ഞിന്റെ ലങ്സിന്റെ വളർച്ചയെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പോർട്ടബിൾ എക്സ്റേ വെച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ റൈറ്റ് ലങ്ങിന്റെ എക്സ്പാൻഷൻ നടന്നു, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സ്പാൻഡഡ് ലങ്സ് കാണുന്നില്ലായിരുന്നു. അവർക്ക് ഒരു ലങ്സിന്റെ ഒരു സൈൻ പോലും കാണുന്നില്ലായിരുന്നു. അപ്പം എന്റെ ഈ വിശ്വാസം പറച്ചിലും ഒക്കതും കൊണ്ട് ഇവർക്ക് വെന്റിലേറ്ററിൽ നിന്ന് കുഞ്ഞിനെ ഊരാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇവരും പ്രതീക്ഷയോടെ നിൽക്കുക, എന്തെങ്കിലും നടക്കും, എക്സ്പാൻഷൻ നടക്കും. പക്ഷെ 14 ദിവസമായിട്ടും ഒരു എക്സ്പാൻഷനും നടന്നില്ല. അന്ന് അവിടുന്ന് സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ആരെങ്കിലും വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ, ഞങ്ങൾക്ക് പെർമിഷൻ എടുത്താൽ മതി, വേറെ കുഞ്ഞിനൊന്നും പ്രാർത്ഥിപ്പിക്കരുത്, ഈ കുഞ്ഞിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അങ്ങനെ 2 ദൈവദാസന്മാർ വന്ന് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ലങ്സിന് വളർച്ചയില്ല, കുഞ്ഞിന് പുതിയ ലങ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് ഒരു പുതിയ ലെൻസ് കൊടുക്കുമെന്ന്? ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ട്, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്ന്. ആ ദൈവദാസന്മാര് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എക്സ്റേ വീണ്ടും എടുത്തത്. ആന്റി, കർത്താവിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാല് എന്റെ മെഡിക്കൽ നോളജിനെയൊക്കെ, ഹല്ലേലൂയ, അതിനെയൊക്കെ അങ്ങോട്ട് തകർത്തുകൊണ്ട് കർത്താവ് 2 ദിവസം കഴിഞ്ഞ് ആ എക്സ്റേ എടുക്കുമ്പോൾ റൈറ്റ് ലെങ്ങിന്റെ എക്സ്പാൻഷനോട് കൂടെ തന്നെ ലെഫ്റ്റില് ലെങ്സ് വരാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത് വെറുതെയാ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും അത്ഭുതം ഒന്നും നടന്നില്ലെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ലത്തീഫ ഹോസ്പിറ്റലില്, ഗവൺമെന്റിന്റെ തന്നെ ലത്തീഫ ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ ഫയൽസ് എല്ലാം ഉണ്ട്. അവിടെ മിറക്കിൾ ബേബി എന്നായി കുഞ്ഞിനെ അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം വലിയ വിടുതൽ കണ്ടു. എനിക്ക് വളരെ സന്തോഷമായി. കർത്താവിന്റെ അത്ഭുതത്തെ ഞാൻ എല്ലാവരോടും സാക്ഷ്യപ്പെടുത്തി. വീണ്ടും ആ കുഞ്ഞിന്റെ പെട്ടെന്ന് വെന്റിലേറ്ററിൽ തന്നെ ഓക്സിജന്റെ ലെവലൊക്കെ ഡൗൺ ആയിട്ട് പെട്ടെന്ന് കുഞ്ഞിന് വെന്റിലേറ്ററിൽ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ ആ 60 സാച്ചുറേഷനോടുകൂടെ കുഞ്ഞ് ഒരു ദിവസം ഒരു 7 മണി തൊട്ട് 3 മണി വരെ കുഞ്ഞ് വെന്റിലേറ്ററിന്റെ ഹെൽപ്പോടെ, പക്ഷെ സാച്ചുറേഷൻ പ്രോഗ്രസ് ആകാതെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നുപോയി. അന്ന് ഞാൻ അവിടെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ നഴ്സുമാര് ഫോൺ എടുക്കാഞ്ഞപ്പോ ഞാൻ ഓടിപ്പോയി. അവിടെ ചെന്നപ്പോ ഞാൻ കാണുന്നത് ചുറ്റും ഡോക്ടേഴ്സ് എല്ലാം നിന്ന് എന്റെ കുഞ്ഞിനോ നോക്കുന്നു, അതാ കാണുന്നത്. എന്നിട്ട് അപ്പൊ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടെ കിടന്ന് ബഹളമൊന്നും വെക്കരുത്, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുവാണ്, പക്ഷേ ഹോപ്പ് ഒന്നുമില്ല, പക്ഷെ ബഹളം വെക്കലെന്ന് പറഞ്ഞു.
അപ്പം ഒരു വിടുതൽ കണ്ടു, എക്സ്പാൻഷൻ ഒക്കെ കണ്ടു. അവിടെ ഞാൻ സന്തോഷം നിൽക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്നത്. ഹല്ലേലൂയ. പക്ഷെങ്കില് അവിടെ നിന്ന് ഞാൻ 3 മണി വരെ അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തു, കർത്താവിനെ ഏൽപ്പിച്ച ഒരു കാര്യത്തിന് എന്റെ റോൾ എന്താ ഇവിടെ? ഞാൻ അവിടെ നിന്നിട്ട് അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ വാഷ് ബേസിനിൽ പോയി കൈ കഴുകിയിട്ട് പറഞ്ഞു, യേശുപ്പ, ഞാൻ അമ്മ എന്നുള്ള അധികാരം ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയിൽ ഏൽപ്പിക്കുക. എനിക്ക് ഒന്നുമില്ല, അമ്മയെന്ന റോള് ഒന്നുമില്ല. കർത്താവിനെ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുക. വിടുവിച്ചാലും വിടുവിച്ചില്ലേലും യേശുപ്പ ഞാൻ അങ്ങയെ പരാതി പറയത്തില്ല. പക്ഷെങ്കില് കർത്താവിന്റെ ഹിതം എന്താ നിറവേറണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞു, ഇതാ സിറ്റുവേഷൻ, നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന സിറ്റുവേഷൻ ഇതാണെന്ന്. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ എക്സ്പെക്ട് ചെയ്തിരിക്കുക, ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഇൻഫർമേഷൻ വരുമെന്ന് ഓർത്ത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുതം എന്ന് പറയുന്നത് ആ 60 കിടന്ന സാച്ചുറേഷൻ ആ കുഞ്ഞിന്റെ പ്രോഗ്രസ് ആയി. നൈട്രിക് ഓക്സൈഡ് അവര് സ്റ്റാർട്ട് ചെയ്തു. പൾമിനറി ഹൈപ്പർ ടെൻഷൻ എന്ന് അവര് കണ്ടുപിടിച്ചു. പെട്ടെന്ന് ആ 60 കിടന്ന് ഒരു നേരിയ ശ്വാസം പോലെ കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ആ ഒരു ഒന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിൽ കിടന്ന ആ കുഞ്ഞിനെ അന്നേരം തന്നെ ആദ്യം ആണെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടെ സെമി കോൺഷ്യസ് ആയ സ്റ്റേജിലേക്ക് കുഞ്ഞിനെ മാറ്റിയായിരുന്നു. അപ്പൊ ഫുള്ളി വെന്റിലേറ്ററിൽ നിന്ന് മാറി ഓരോ സ്റ്റേജിൽ വരും. അപ്പം സെമി കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേജിലായിരുന്നു കുഞ്ഞ് അവിടെ കിടക്കുന്നത്. പക്ഷെങ്കില് എനിക്ക് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകൂന്നുള്ള എല്ലാ സാഹചര്യവും വന്നിടത്തുനിന്ന് കർത്താവ് കുഞ്ഞിനെ ഹല്ലേലൂയ പൂർണ്ണമായിട്ടും വിടുവിച്ച് സാച്ചുറേഷൻ 7 മണി തൊട്ട് 3 മണി വരെ 60 കിടന്നിട്ടുണ്ടെങ്കിൽ അതിനു ശേഷം ആ കുഞ്ഞിന്റെ സാച്ചുറേഷൻ 100 ആയി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് ഹല്ലേലൂയ വീട്ടിൽ വരാനായി കർത്താവ് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡിക്കലിന്റെ എക്സ്പെൻസ് അറിയാം. അപ്പം എത്ര രൂപ പേയ്മെന്റ് വരുമെന്നൊക്കെ നമുക്കൊരു കൺസേൺ ഉണ്ട്. പക്ഷെങ്കിൽ ആന്റി ഒരു സിംഗിൾ പിൽസ് ഞാൻ അടച്ചില്ല, ഒരു പൈസ പോലും ഞാൻ അടച്ചില്ല. മൊത്തം ഇൻഷുറൻസ് കവേർഡായി. ഒരു ദിവസം തന്നെ വെന്റിലേറ്ററിന്റെ ഒക്കെ ചാർജ് 3500 dirhams ഒക്കെയാണ്. അതായത് നാട്ടിൽ എനിക്കൊരു എന്തായാലും അടയ്ക്കണമെങ്കിൽ ഒരു 18 ലക്ഷം 20 ലക്ഷം രൂപയാകേണ്ട സ്ഥാനത്ത് ഒരു സിംഗിൾ പൈസ പോലും അടയ്ക്കേണ്ടതായിട്ട് വന്നില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ ആ കുഞ്ഞിനെ എന്നാണെങ്കിൽ പ്രോബ്ലംസും എന്നുവെച്ചാൽ ആസ്മറ്റിക് പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം കുഞ്ഞ് 21 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ഒരു കുഞ്ഞ് സർജറിയും കൂടെ കുഞ്ഞിന് നടന്നു. അതുകൊണ്ട് ഈ കുഞ്ഞിന് ലോവർ ലെഫ്റ്റ് സൈഡ് ഭർത്താവ് കൊടുത്ത ലെൻസ് ആണ്, റൈറ്റ് സൈഡിലെ ലോവറിൽ ഒരു ചെറിയ കൊളാപ്സ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിന് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ ശ്വാസമുട്ടലും ഒക്കെ ആയിട്ട് വരുമായിരുന്നു. അപ്പൊ പഫ് കൊടുക്കണമായിരുന്നു. ഒരു ദിവസം അവള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ ഇനി ഇത് യൂസ് ചെയ്യുന്നില്ല, റെഗുലർലി കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. കുഞ്ഞിലെയാ പറയുന്നേ. അന്ന് മോൻ അത്ര വിശ്വാസമാണ് യൂസ് ചെയ്യേണ്ട മോനെ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അന്ന് മുതല് ഈ കുഞ്ഞിനിപ്പം ഒരു മെഡിക്കേഷൻസ് പോലും ഇല്ല, ഒന്നുമില്ല. 7 വയസ്സായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് എന്റെ ഹല്ലേലൂയ സാക്ഷ്യം എന്ന് പറയുന്നത്. ലോകം മൊത്തം നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ ലോകം മൊത്തം പറയും, ഇവളിപ്പം നശിച്ചു പോകും, ഇവളിപ്പം തകർന്നു പോകും, ഇവളിനി മുന്നിലോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അവസാനിച്ചു പോകുക. എങ്കിലും ഹല്ലേലൂയ കർത്താവ് തകരാൻ സമ്മതിക്കത്തില്ല. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭവനത്തിൽ ഒരു പക്ഷെങ്കില് വേറിട്ട് നിങ്ങൾ മാത്രമായിരിക്കും ഇറങ്ങിയിട്ടുള്ളത്. വിശ്വാസത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. മറ്റുള്ള മുന്നിൽ എന്തുകൊണ്ട് പല സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ സാഹചര്യങ്ങളെല്ലാം ജയിച്ചൊരു കർത്താവ് ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോയാലും അവിടെ വിടുതലായി തീരുവാനിടയായി തീരും. ഇന്ന് എന്റെ കഴിഞ്ഞ കാലങ്ങളെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ
എനിക്ക് ഒരിക്കലും ഞാൻ പറയത്തില്ല എനിക്ക് ദോഷമായിട്ട് എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തെന്ന്. എൻ്റെ ദൈവം എനിക്ക് ഒരു കാര്യം പോലും ദോഷമായിട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ സാഹചര്യവും ഇന്ന് എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ തലയിലെ ഒരു മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ എണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദോഷമായിട്ട് ഒന്നും ചെയ്യുവാൻ കർത്താവിന് കഴിയത്തില്ല. ആമേൻ. ഇന്ന് സമാനമായ സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഈ സാഹചര്യങ്ങളിലെല്ലാം വിടുതൽ തരാൻ ഈ ഭൂമിയുടെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഒരു സുഹൃത്തിനും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. ഒരു ഡോക്ടേഴ്സിനും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. അവരൊക്കെ നമ്മളെ രോഗത്തിലേക്ക് നിർണയിക്കും. രോഗത്തിന്റെ നിർണയവും അതിനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നാലും അൾട്ടിമേറ്റ് നമുക്ക് രക്ഷ നൽകുവാനായി, നമ്മളെ വിടുവിക്കുവാനായി, സാഹചര്യങ്ങളിൽ അത്ഭുതം ചെയ്യുവാനായി കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാഹചര്യങ്ങളെ ഓർത്തു വിലപിക്കേണ്ട. സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ആ സാഹചര്യത്തിന്റെ മധ്യത്തില് ആ യേശുവിന്റെ കരം ധൈര്യത്തോടെ പിടിച്ചാല്, ആ യേശു ക്രിസ്തുവിന്റെ കരുതൽ ഓരോ നിമിഷവും രുചിച്ചറിഞ്ഞാല് കർത്താവ് അത്ഭുതമായി നമ്മളെ ജയാളിയായി നടത്താൻ ഇടയായിത്തീരും. താങ്ക് യു. ആമേൻ, ആമേൻ. ആൻസി സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ടെസ്റ്റ് മണി കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ അന്ന് ബ്രദറൊക്കെ പിന്നെ സ്നാനപ്പെട്ടതല്ലേ? ഹസ്ബൻഡും ഞങ്ങളിപ്പം IPC വർഷിപ്പ് സെന്ററിൽ ഡോക്ടർ വിൽസൺ ഫാസ്റ്റ് അങ്കിളിന്റെ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടതായ വിടുതലുകളെ കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. അത് അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരട്ടെ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ആൻസി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈശോപ്പ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഇതുവരെയും സാന്നിധ്യമായിട്ടുണ്ടായതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യേശോപ്പ, ഞങ്ങളുടെ ശബ്ദവീചിയില് അല്ലെങ്കിൽ ഇത് കാണുന്ന എത്ര പേരുണ്ടെങ്കിലും കർത്താവേ യേശോപ്പ, അവിടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് എങ്കിലും യേശോപ്പ, അവർക്ക് ആശ്വാസമായി തീരുവാനായിട്ട് കർത്താവെ, കേൾക്കുന്ന ഞങ്ങളുടെ സാക്ഷ്യം അവരുടെ ജീവിതത്തിന്മേൽ ഒരു വലിയൊരു വിശ്വാസത്തിന് ഉതകുന്നതായി തീരുവാനായി, ആശ്വാസമായി തീരുവാനായി എന്റെ ജീവിതത്തിന്മേൽ പ്രവർത്തിച്ച കർത്താവ് അവരുടെ സാഹചര്യത്തിലും പ്രവർത്തിക്കുവാൻ മതിയായവനാണ് എന്നുള്ള ആ വിശ്വാസം അവരുടെ ജീവിതത്തിന്മേൽ വർദ്ധിക്കുവാൻ ഇടയാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത് നടത്തുന്ന ആന്റി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, അനേകർക്ക് ആശ്വാസമായി തീരുവാനായി ഈ ചാനല് കാണുന്ന ഓരോരുത്തർക്കും അനേകര് കർത്താവെ ഈ സാക്ഷ്യങ്ങൾ കൂടെ കർത്താവിനെ അറിയുവാനായി ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ എല്ലാ സാന്നിധ്യത്താലും നിറയപ്പെടുവാൻ അപ്പൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന ഓരോ കരങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരൊക്കെയും കർത്താവിന്റെ അത്ഭുതത്തെ കാണുവാൻ അപ്പൻ യാക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ ആമേൻ, 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 ആമേൻ. ഓക്കേ, ആൻസി സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് ധാരാളം